ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആണ്. കാരണം LDC എക്സാം തൊട്ടടുത്ത് നമ്മുടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, അതേപോലെ തന്നെ ഇനി എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും എന്നതിനെക്കുറിച്ചും, അതേപോലെ തന്നെ റിവിഷൻ ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചും, ടെൻഷൻ ഇനി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. കാരണം അത് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷൻ കൂടി 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 അതങ്ങ് പീക്ക് ലെവലിലേക്ക് എത്തും. അപ്പോൾ ഈ പറയുന്ന ടെൻഷൻ തന്നെയാണ് നമ്മുടെ ലൈഫിനെ തന്നെ എപ്പോഴും മാറ്റിമറിക്കുന്നതും. കാരണം ഒരു എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ എക്സാം ഹോളിൽ വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചാണ് നമ്മുടെ പല ഉത്തരങ്ങളും തെറ്റിച്ച് അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ടെൻഷൻ അടിച്ച് വെറുതെ സമയം കളയരുത്. കാരണം ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ വച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് അത് എന്തായിരിക്കും, കൺഫ്യൂഷൻ മാത്രമാണ് തരികയുള്ളൂ. ഓക്കെ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നല്ലൊരു മൈൻഡിൽ ഫ്രഷ് ആയിട്ടിരുന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പഠിച്ചാലും മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയും നാളും അല്ലെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾ എന്തു പഠിച്ചു, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇനി നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനി ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നത് 3 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്യാതെ ഇനി കിട്ടുന്ന ദിവസങ്ങൾ, ഏകദേശം നിങ്ങൾക്ക് വരുന്ന 9 അല്ലെങ്കിൽ 8 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന എഫേർട്ട്, അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയത്തില്ല 5 മണിക്കൂർ പഠിക്കണം, 6 മണിക്കൂർ പഠിക്കണം, 7 മണിക്കൂർ നമുക്ക് അങ്ങനെ ഒരു മണിക്കൂറുകൾ ഇല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റാവുന്ന സമയം മൊത്തം ഇതിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ടി മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, ഈ കടലിൻ്റെ മുകളിലൂടെ പറക്കുന്ന പറവകൾ എന്ന് പറയുന്നത്, അവർക്കൊന്നും ഇരിക്കാനായിട്ട് യാതൊരു മരങ്ങളുമില്ല. പക്ഷേ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ എത്തിച്ചേരുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവരെന്താണ്, അവർ തോറ്റു കൊടുക്കാനോ അല്ലെങ്കിൽ തളരാനോ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നടുക്കടലിലാണ്. ഇനി മുന്നോട്ടേക്ക് ഒന്നുകിൽ എന്ത് ചെയ്യുക, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെച്ച് അവരുടെ അവസാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എഫേർട്ട് മൊത്തം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടും. എന്നിട്ടായിരിക്കും നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്, മുന്നോട്ടേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെയായിരിക്കണം നിങ്ങളും എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എന്താ പറയുക, ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഏറ്റവും അവസാനമാണ് ഈ രാജാവ് എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ലാപ്പിലാണ് അത് എന്ത് ചെയ്യുന്നത്, രാജാവ് വരുന്നത്. അതേപോലെ തന്നെയായിരിക്കണം നമ്മളും. എന്തായാലും നമ്മൾ ഇതെന്താണ്, വിജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. അപ്പോൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം അതിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളത്, ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്, മാർക്ക് പോകുന്നത് എവിടെയാണ്, അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് എത്രയാണ് വരുന്നത്. അതെല്ലാം നിങ്ങളിൽ തന്നെ ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡലായിട്ടുള്ള നമ്മുടെ OMR ഷീറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ ദിവസവും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഓരോന്നും നിങ്ങൾ പിന്നീട് ഒരിക്കലും തെറ്റിക്കാൻ പറ്റാത്ത വിധം തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് മുന്നേറി മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക.
GK ബേസ് കാര്യങ്ങൾ എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ നമ്മളും ഓൾറെഡി എന്ത് ചെയ്തേണ്ട ഈ 75 ഹോട്ട് ടോപ്പിക്സ് ഏകദേശം കംപ്ലീറ്റഡ് ആകുന്ന ഈ ഒരു അവസരത്തിൽ മാക്സിമം പോയിന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമ്മൾ 20 മാർക്ക് വരുന്ന കറണ്ട് അഫയേഴ്സിന്, അതായത് 14 ജില്ലകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ 28 സംസ്ഥാനങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് യൂണിയൻ ടെറിട്ടറീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ദിവസങ്ങളും സീരീസ് ആയിട്ട് ഏകദേശം ഒരു 5 ക്ലാസ്സുകളോളം കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 15 മുകളിലേക്കുള്ള കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓരോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെയും നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കുഞ്ഞു കഥയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതായത് ഒരു ക്ലാസ്സിൽ എന്നും നിരന്തരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവന്റെ അടുത്ത് അവന്റെ തന്നെ അധ്യാപകൻ പറയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സിൽ മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നീ തോറ്റു പോകുന്നത്? ഇനിയും നീ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കിനെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന 10ാം ക്ലാസ്സിലെ എക്സാം ഞാൻ നിന്നെ കൊണ്ട് എഴുതിപ്പിക്കത്തില്ല, കാരണം വിജയ ശതമാനം കുറയും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര അധികം സങ്കടമായി, ഭയങ്കര നിരാശ പൂണ്ട മുഖത്തോടെ അവൻ സാറിനോട് പറഞ്ഞു, സാറേ എന്ത് ചെയ്യാനാണ്, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രതിസന്ധികളിൽ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു, അടി പതറി പോവുകയാണ് സാറേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്ത് ചെയ്യാണ് സാറിനോട് അവൻ പറയാണ്. സാറ് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്നിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഒരു 3 കുക്കറുകൾ. ആ കുക്കറുകളിൽ എന്ത് ചെയ്യാണ്, 3 സാധനങ്ങളും കൊടുക്കുകയാണ്. ആ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്നില് ഉരുളക്കിഴങ്ങ്, രണ്ടാമത്തേതിൽ മുട്ട, മൂന്നാമത്തേതിൽ കാപ്പിക്കുരു, അതായത് നമ്മുടെ കോഫി ബീൻസുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൊടുത്തതിന് ശേഷം എന്താണ് 20 മിനിറ്റ് ഇനി എന്ത് ചെയ്യുക, ഈ 3 കുക്കറുകളും തിളപ്പിക്കാനായിട്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ കുക്കറുകൾ തിളപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, കുട്ടിയോട് പറയാണ്, ഇനി എന്താണ് അതെടുത്ത് നോക്കുക, അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഉരുളക്കിഴങ്ങും മുട്ടയും കാപ്പിക്കുരുവും ഇട്ട വെള്ളം അവൻ കണ്ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് എന്താണ് സാർ, ഇങ്ങനെ തന്നെയാണ് ഇത് കുക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവ കയ്യിലെടുത്ത് പരിശോധിക്കാനായിട്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, ഉരുളക്കിഴങ്ങ് എടുത്ത് കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് നോക്കി. അപ്പോൾ എന്താണ്, വളരെ മൃദുലമായതും അതേപോലെ തന്നെ മുട്ടയെടുത്ത് അവൻ എന്ത് ചെയ്തു, കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര കട്ടിയുള്ളതായിട്ട് അവന് മനസ്സിലായി. മൂന്നാമത്തെ പാത്രത്തിലെ കാപ്പിക്കുരു, കോഫി ബീൻസ് അവൻ കയ്യിലെടുത്തു. അപ്പോൾ അതിന് മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഒരു മാറ്റവും കാണപ്പെട്ടില്ല. കാപ്പിയുടെ ഊഷ്മളമായ ഗന്ധവും അവൻ എന്ത് ചെയ്തു, അതിൽ നിന്നും അനുഭവപ്പെട്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തു മനസ്സിലായി? കാരണം മറ്റൊന്നുമല്ല, അതായത് ഉരുളക്കിഴങ്ങായാലും മുട്ടയും കാപ്പിക്കുരുവും എല്ലാം എന്താണ്, ആ തിളച്ച വെള്ളത്തിനോട് എന്താണ് പ്രതിബന്ധത്തെ നേരിട്ടത് നമ്മൾ കണ്ടു. പക്ഷെ അതിലെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ്, നമ്മുടെ ഈ പറയുന്ന കാപ്പിക്കുരു എന്ന് പറയുന്നത് മാത്രം എന്ത് ചെയ്തു, ആ മൂന്നാമത്തെ കുക്കറിലെ കാപ്പിക്കുരു മാത്രം യാതൊരു മാറ്റവും ഇല്ലാതെ കാണപ്പെട്ടു. മാത്രവുമല്ല കാപ്പിയുടെ ഊഷ്മള ഗന്ധം എന്ത് ചെയ്തു, ആ ജലത്തിന് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നല്ലൊരു കാപ്പി എന്താണ് വെള്ളമായി മാറുകയും ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നതും പ്രതിബന്ധങ്ങളും എന്ന് പറയുന്നതും. ഓക്കെ, അതായത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിലായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഇത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗെയിം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് മറ്റൊന്നിനും സാധിക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും, ഇനിയുള്ള ഓരോ നിമിഷങ്ങളും എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങളുടെ പഠനത്തിലേക്ക് വേണ്ടി മാത്രം ശ്രദ്ധ ചെലുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ റിവിഷൻ ചെയ്ത കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങളിപ്പോ ജസ്റ്റ് ഒന്നുകൂടി വായിച്ച് വീണ്ടും റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര തവണ റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രയും തവണ റിവിഷൻ ചെയ്യുക. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ, ആ എക്സാമിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളായിരിക്കണം അതിൽ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ തന്നെ കോൺഫിഡൻ്റ് ആക്കുക. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും മനസ്സിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, 3 വർഷങ്ങൾക്ക് ശേഷം കിട്ടാൻ പോകുന്ന ഒരവസരം, അതിന് വേണ്ടിയിട്ട് ഇനി എനിക്ക് ഇരിക്കാനായുള്ള സമയമില്ല.
ഈ 9-10 ദിവസമാണ് ഇനി എന്നെ കൊണ്ടുപോയി എത്തിക്കുന്നത്, എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ഇനി ഈ വീഡിയോ എന്ത് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യുക. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെറ്റ്സ് സ്റ്റാർട്ട് സ്റ്റഡിങ്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്. നിങ്ങളെ ഒരിക്കലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.